ഇത്രയും വലിയ ആവേശം കാണിക്കുന്ന സഖാവ് ഗോവിന്ദൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളെ ഇതേപോലെ കല്യാണം കഴിച്ചു കൊടുക്കും. കേരളത്തിനകത്ത് ഇത്തരം ഒരു കല്യാണം നടത്തിയതിൻ്റെ പിന്നിൽ CPM ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് മെനഞ്ഞാന്നോടുകൂടി കഴിഞ്ഞു. എന്തോ ചരിത്ര സംഭവം നടത്തിയതുപോലെയാണല്ലോ CPM നേതാക്കന്മാർ അതിനുശേഷം ഈ കല്യാണം നടത്തിയതിന് ശേഷം ബൈറ്റ് കൊടുത്ത്. നാളെ തൊട്ട് AKG സെൻറ്ററിലേക്ക് ഫോൺ പോകുന്നെങ്ങനെയെങ്കിലും ഞങ്ങളൊരു പെൺകുട്ടിയെ വിളിച്ചിറക്കൊണ്ട് വരുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടറി സമയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് കല്യാണം നടത്തി തരുമെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താ? 16 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ അത് ഇതുപോലൊരു പൊട്ടനെ ആരെങ്കിലും പിടിച്ച് മന്ത്രിയാക്കൂ? നമസ്കാരം. കുംഭമേളയിലെ വൈറൽ താരത്തിൻ്റെ വിവാഹം പുലിവാൽ കല്യാണമായ സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. ഈ താരത്തിൻ്റെ ഭർത്താവിനെതിരെ നിലവിലിപ്പോൾ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിവാഹം നടക്കുന്നത് കേരളത്തിൽ വച്ചാണ്. കാർമ്മികത്വം വഹിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കളുമാണ്. ഈ നേതാക്കളെല്ലാം തന്നെ നിലവിലിപ്പോൾ വെട്ടിലായ സാഹചര്യമാണ് ഉള്ളത്. ഒരു നേതാക്കളും ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒരക്ഷരം പോലും മിണ്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായ നന്ദു. CPM സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയും സംസ്ഥാന നേതാക്കളെല്ലാം കൂടി നടത്തിക്കൊടുത്ത ഒരു വിവാഹം ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു വിവാദത്തിന് ശേഷം ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിവാദത്തിന് ശേഷം പുലിവാൽ പിടിച്ച കല്യാണത്തിന് ശേഷം ഇതുവരെയും CPMകാർ യാതൊരുവിധ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അല്ല, കേരളത്തിനകത്ത് ഇത്തരം ഒരു കല്യാണം നടത്തിയതിൻ്റെ പിന്നിൽ CPM ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് മെനഞ്ഞാന്നോടുകൂടി കഴിഞ്ഞു. ഏപ്രിൽ മാസം 9-ാം തീയതി കൂടി ആ ആവശ്യം കഴിഞ്ഞു അവർക്ക്. ഇനി അവർക്ക് ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവരുദ്ദേശിച്ചത് എന്താണോ ആ ആവശ്യം കഴിഞ്ഞു പോയല്ലോ. ഇതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിനകത്ത് ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പെൺകുട്ടിയും ഒരു പയ്യനും കല്യാണം കഴിക്കുന്നത് ആദ്യമായിട്ടാണോ? അല്ലെങ്കിൽ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുന്നത് ആദ്യമായിട്ടാണോ? വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിക്കുന്നതാണോ? എന്തോ ചരിത്ര സംഭവം നടത്തിയതുപോലെയാണല്ലോ CPM നേതാക്കന്മാർ അതിനുശേഷം ഈ കല്യാണം നടത്തിയതിന് ശേഷം ബൈറ്റ് കൊടുത്ത്. ഞങ്ങൾ ഇതിനകത്ത് കാണുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് കൃത്യമായൊരു അവഹേളനം, ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിക്കാനുള്ളൊരു പ്രൊപ്പഗണ്ടയ്ക്ക് ചില ആളുകൾക്ക് ഇന്ധനം കൊടുക്കാൻ വേണ്ടി, ചില രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇന്ധനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം CPM ഭാഗത്ത് നടന്നിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ ഫൈനൽ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് അവർക്ക് മുന്നേ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ആവേശം കാണിക്കുന്ന സഖാവ് ഗോവിന്ദൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകളെ ഇതേപോലെ കല്യാണം കഴിച്ചു കൊടുക്കുമോ? ധൈര്യമുണ്ടോ CPM? അതിനും ധൈര്യമില്ലല്ലോ. അപ്പോൾ സ്വന്തം മകളുടെ കാര്യം വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഇനി 16 വയസ്സാണ് ആയതെന്ന് കേരളത്തിലെ ഒരു മന്ത്രിക്ക് അറിഞ്ഞുകൂടാത്തതാണോ? ഇന്ത്യയിൽ ഈ വിഷയം ഈ കുംഭമേള നടന്നപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് ആ കുട്ടിയുടെ പ്രായമായിരുന്നു, അല്ലേ? ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് 6 മാസം കൊണ്ട് 2 വയസ്സ് കൂടുന്ന പ്രത്യേകതരം പ്രക്രിയ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനി കേരളത്തിനകത്ത് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ഇന്നത്തെ LSGD മന്ത്രി, അതായത് എം പി രാജേഷും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷും അടക്കം കൃത്രിമം നടത്തി കൊടുത്തിട്ടുണ്ട് രേഖകളിൽ. അല്ലാതെ എങ്ങനെ ആ കുട്ടിയുടെ ആധാർ വന്നത്, അല്ലേ? അപ്പോൾ ഫ്രോർജറിക്ക് കേസെടുക്കേണ്ടത് ആർക്കെതിരെയാണ്? CPM സംസ്ഥാന സെക്രട്ടറിക്കും സംസ്ഥാനത്തെ 2 മന്ത്രിമാർക്കുമെതിരെ. അതുപോലെ തന്നെ പോസ്കോ കേസിൽ പ്രതിയാവേണ്ടത് ആരൊക്കെയാണ്? CPM ഒരു സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ 2 സംസ്ഥാനത്തെ മന്ത്രിമാരും. ഇങ്ങനെ അപഹാസ്യരാവുന്ന ആളുകളായി ഇവർ മാറുന്നു എന്നുള്ളത് കേരളത്തിന് തന്നെ ഇപ്പോൾ അപമാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മുടെ 2 മന്ത്രിമാരുടെ പണി ഉത്തരേന്ത്യയിൽ നിന്നെങ്ങാനും വരുന്ന പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കലാണെന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ തൊട്ട് AKG സെൻറ്ററിലേക്ക് ഫോൺ പോകുന്നെങ്ങനെയെങ്കിലും ഞങ്ങളൊരു പെൺകുട്ടിയെ വിളിച്ചിറക്കൊണ്ട് വരുന്നുണ്ട്, സംസ്ഥാന സെക്രട്ടറി സമയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് കല്യാണം നടത്തി തരുമെന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താ? അപ്പോൾ ഈ അവസ്ഥയിലേക്ക് പാർട്ടി തകർന്നു പോയി. അതിനപ്പുറം ഗൗരവമായൊരു കാര്യം, ഇത് രാജ്യദ്രോഹികൾക്കും ഇതിന് മതം മാറ്റത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് പോലെയുള്ള പ്രവർത്തനങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് അന്ന് നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത്. അതെ, 16 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയല്ലേ. ഞാൻ അത് ഇതുപോലൊരു പൊട്ടനെ ആരെങ്കിലും പിടിച്ച് മന്ത്രിയാക്കൂ? ഇന്ത്യ രാജ്യത്ത് 18 വയസ്സാണ് കല്യാണപ്രായം എന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരാളെ പിടിച്ച് പൊതുവിദ്യാഭ്യാസ മന്ത്രിയാക്കിയവൻ്റെ തലയ്ക്കല്ലേ പ്രശ്നം?
അതിൽ കൂടുതൽ ഞാൻ അതിനകത്ത് വേറെ കമൻറ്റ് ചെയ്യണം. ഇതിനകത്തുള്ള കൃത്യമായി ഉള്ള പ്രശ്നം, കേരളത്തിനകത്ത് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നൊരു വലിയ ഗ്രൂപ്പുണ്ട്. അവരാണ് ഈ SDPIയിലും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയിലും PDPയിലും ഒക്കെ കയറിപ്പറ്റിയിരിക്കുന്നത്. അത്തരം ആളുകളെ സന്തോഷിപ്പിക്കാൻ, അവരുടെ വോട്ട് ലഭിക്കാൻ, അവരുടെ ഞങ്ങളാണ് ഏറ്റവും നന്നായി കവർ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് CPM നടത്തിയിട്ടുള്ളൊരു തരം താണ നെറികെട്ട പണി, അത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിനോട് മാത്രമായി എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളം ഒരു ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണെന്ന് പറയുന്നു. ഈ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ മാത്രം ഒതുക്കി നിൽക്കുന്നതാണോ സെക്യുലറിസം? അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് സെക്യുലറിസത്തിൻ്റെ ആശയം. ആ ആശയത്തിൽ എങ്ങനെയാണ് ഒരു വിഭാഗത്തെ മാത്രം മാർജിനലൈസ് ചെയ്യുക? ഇനി ഈ കുട്ടി ഏത് ഗിരിവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സമൂഹത്തെ പോലും എന്ത് രാഷ്ട്രീയ ലാക്കോട് കൂടിയും ഏത് നികൃഷ്ടമായ പണി നടത്തിയും രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നേട്ടമുണ്ടാകണമെന്ന് തീരുമാനിക്കുന്ന ഇന്ത്യയിലെ ഏക പാർട്ടി, ഇത്ര നാണം കെട്ട തരം താണ പാർട്ടി ഇന്ത്യയിൽ CPM അല്ലാതെ മറ്റൊരു പാർട്ടിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേറെ എന്താ പറയുക അതിൽ? അതുകൂടാതെ ഈ വ്യാജ രേഖ ചമച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലെന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോസ്കോ കേസിൽ, ഇപ്പോൾ പോസ്കോ കേസ് എടുത്തിട്ടുണ്ടല്ലോ, ഈ പോസ്കോ കേസിൻ്റെ ഗൂഢാലോചന നടന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ആരൊക്കെയാണ് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത്? CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, അതായത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ കേരളം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിലെ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും. ഇവർ 2 പേരും ഈ 3 പേരും ഈ ഗൂഢാലോചന പ്രതികളല്ലേ? ഇവരുടെ അനുവാദത്തോടും ഇവരുടെ അനുഗ്രഹാശസ്സോടും കൂടിയല്ലേ ഇത്തരത്തിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്നൊരു നിയമത്തിനെതിരായി അവരൊരു ഓത്ത് ചൊല്ലിയിട്ടാണല്ലോ മന്ത്രിയായതും MLA ആയതും ഒക്കെ. അപ്പോൾ ആ ഓത്തിനെതിരായി നിലപാടെടുത്തവരെ അയോഗ്യരാക്കണമെന്നുള്ളത് മാത്രമല്ല, ഇവരെ പോലെയുള്ള ആളുകൾ കേരള രാഷ്ട്രീയത്തിന് തന്നെ അപമാനമാണ്. ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് നാളെ തെരുവിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് 16 വയസ്സ് കഴിഞ്ഞ ഒരു പയ്യനും ഒരു പെണ്ണും കൂടി വന്നിട്ട് ചേട്ടാ ഒന്ന് കെട്ടിച്ചേരണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ കൂടി തള്ളിയിട്ടില്ലേ? അപ്പോൾ ഈ നിലയിലേക്ക് കേരളത്തിനെ അപഹാസ്യമാക്കി. ഇനി അതിനപ്പുറം ഇതിനകത്തൊരു ഫോർജറി ഉണ്ട്, ഇതിനകത്തൊരു വ്യാജരേഖ ചമയ്ക്കലുണ്ട്. ഈ വ്യാജരേഖ ഇവരൊക്കെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ നമ്മളെ ഈ വാഴക്കൊലയൊക്കെ എഴുതിയ ആളാരെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് BEdൻ്റെയും അതുപോലെ തന്നെ ഡിഗ്രിയുടെയും PGയുടെയും ഒക്കെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കും പോലെയാണ് ഈ പറയുന്ന പെൺകുട്ടിക്ക് ആധാർ കാർഡ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ നിങ്ങളൊന്ന് ആലോചിച്ച്, സ്വാഭാവിക യുക്തിക്ക് മനസ്സിലാവാതെ അറിയാതെ ചെയ്തതാണെങ്കിൽ നമുക്കതിനെ ക്ഷമിക്കാം. 16 വയസ്സാണെന്നും ഈ UPയിൽ കുംഭമേള നടക്കുമ്പോഴാണ് ഏറ്റവും ഫെമിലിയറായി എന്ന് പറയുന്ന പേര് വരുന്നത്. അപ്പോൾ തന്നെ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, ആ കുട്ടിയുടെ പ്രായം, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം ആ കുട്ടി ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ വ്യവസായി തന്നെ അവരെ ഇവിടെ ഒരു ബ്രാൻഡ് ഉദ്ഘാടനത്തിനൊക്കെ കൊണ്ടുവരുന്നു. അപ്പോഴെല്ലാം ഈ കുട്ടിയുടെ പ്രായം ചർച്ചയിലുണ്ട്. ആ ചർച്ചയിലുള്ള പ്രായം 6 മാസം കൊണ്ട് 2 വയസ്സ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും ബോധ്യപ്പെടും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് കേവലമായ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആളുകൾ ഇത്തരമൊരു വിവാഹം എന്ന പേരിൽ ഇത്തരമൊരു നാടകം നടത്തി കൊടുത്തത്. അതിന് ഉപയോഗിച്ച സ്ഥലം കൂടി നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണണം. നമ്മൾ നോക്കേണ്ടത് ഇവർ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിൻ്റെ മുകളിലേക്ക് ചവിട്ടി മെതിക്കുമ്പോൾ ഇവിടെ ഒരു സമൂഹം സൈലൻ്റായി വിലപിക്കുന്നുണ്ട്. അത് ഇവരാരും മനസ്സിലാക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തെയാണ് ഇത്തരം ഒരു തട്ടിപ്പിന് വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തിനുണ്ടായ കളങ്കം ആരാണ് പരിഹരിക്കാൻ പോകുന്നത്? ഇവരെക്കുറിച്ചൊന്നും ഈ പറയുന്ന ഗോവിന്ദനും ശിവൻകുട്ടിക്കും അതുപോലെ MB രാജേഷിനൊന്നും ഈ നാട്ടിലൊരു വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ അത് ആ ക്ഷേത്രത്തിനെ കളങ്കപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ മുഴുവൻ കളങ്കപ്പെടുത്തുകയല്ലേ? ആ സമൂഹത്തെ മുഴുവൻ കളങ്കപ്പെടുത്തിയത് കൊണ്ട് ഇവർ ലക്ഷ്യമിട്ട വോട്ട് അവർക്ക് കിട്ടിക്കാണും. പക്ഷേ ഇവിടെ ഒരു സമൂഹം അതിൻ്റെ പേരിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യം CPMന് ഉണ്ടാവണം. അത് ഉണ്ടായില്ലെങ്കിൽ CPMന് അത് ബോധപൂർവ്വം ഉണ്ടാക്കേണ്ട ചില നിലയിലേക്ക് ഞങ്ങൾക്കൊക്കെ മാറേണ്ടി വരും. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ CPMനെ സംബന്ധിച്ച് ഒരു പുലിവാൽ കല്യാണമായി ഇത് മാറി എന്നുള്ളതാണ്. അല്ല, ഇതിൽ പുലിവാൽ കല്യാണം എന്നല്ലത് ഞാൻ പറഞ്ഞത്. ഇതൊരു പോസ്കോ കല്യാണമാണ്. ഈ പോസ്കോ കല്യാണത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് MV ഗോവിന്ദനാണ്. ഇതിലെ ഏറ്റവും നല്ല പ്രധാന നടന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഈ പറയുന്ന MB രാജേഷും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള സഖാവ് ശിവൻകുട്ടി. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 2 മന്ത്രിമാർ കേരള സംസ്ഥാനത്ത്, ആ 2 പൊട്ടന്മാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ
ഇവരെയൊക്കെ മന്ത്രിയാക്കി നമ്മൾ കഴിഞ്ഞ 5 വർഷം നമ്മളെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 2 മന്ത്രിമാർക്ക് ഇന്ത്യയിലെ വിവാഹപ്രായം എത്രയാണെന്ന് പോലും അറിഞ്ഞൂടാത്ത 2 മന്ത്രിമാരെയാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷം ചുമന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ വകുപ്പുകളിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഇനി നമ്മളതൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ചുമ്മാതാണ് കേരളത്തിനകത്ത് വിദ്യാർത്ഥികൾ കേരളത്തിൽ നിൽക്കാതെ പുറത്തു പോകുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ കേരളത്തിനകത്ത് സിസ്റ്റം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് സാഹചര്യം. ഇപ്പോൾ കേരളത്തിൽ ഇവർ നടത്തുന്ന ഒരു ഗൂഢാലോചനയുണ്ട്. ഒരു ദേശവിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് ഇന്ധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വിവാഹം ഇവിടെ കൊണ്ടുവച്ച് നടത്തിയത്. അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ആ പെൺകുട്ടിക്കും പയ്യനും വിവാഹം കഴിക്കാനുള്ള ഏക സംസ്ഥാനം കേരളമാണ്. നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു പെൺകുട്ടിക്കും ഒരു പയ്യനും കല്യാണം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സംസ്ഥാനത്തുമില്ല. ഇന്നേക്കാൾ നല്ലത് ഡൽഹി പോയി നടത്തിക്കൂടെ? ഒരു പ്രശ്നമല്ലോ. ഒരു വലിയ ഫിഗറാണ്. ഇത് CPM ഒരു പാപ്പരത്വത്തിൻ്റെ ഭാഗമാണ്. അവർ അതുപോലെ തന്നെ അവരൊരു ഈ ഇത്തരം വിഭാഗങ്ങളുടെ തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങളുടെ വോട്ട് ലഭിക്കാൻ ഒരു കേരളത്തിൽ ഇലക്ഷൻ വരാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് അവർ കൊണ്ടുവന്ന് നടത്തിയിട്ടുള്ളൊരു ഡ്രാമയാണ്. കർമ്മ ഇസ് ദെയർ. അപ്പോൾ കർമ്മ എന്ന് പറയുന്നൊരു കാരണമുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും അത് നമുക്ക് തിരിച്ചു വരും. നല്ലതാണെങ്കിൽ നല്ലതായി തിരിച്ചു വരും, ചീത്തയാണെങ്കിൽ ചീത്തയായി തിരിച്ചു വരും. ഇപ്പോൾ CPM ഇപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന വോട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ ഈ വർഷം തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് വലിയ വില CPM കൊടുക്കേണ്ടി വരും. ആ വില CPM കൊടുക്കുമ്പോൾ കേരളത്തിനകത്ത് ഒരു വലിയ വിഭാഗം ആളുകൾ സന്തോഷിക്കും. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നോക്കൂ, ഈ വിശ്വാസങ്ങൾക്ക് മുകളിൽ നടന്നിട്ടുള്ളൊരു കടന്നുകയറ്റം. അത് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നൊരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് കല്യാണം നടത്തിക്കൂടെ? എന്തിനാ ഒരു ക്ഷേത്രം നിശ്ചയിച്ചത്? അതും ശ്രീനാരായണ ഗുരുദേവനുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ പവിത്രത നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രം തന്നെ എന്തുകൊണ്ടാണ് എടുത്തത്? അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കൾച്ചറൽ ഡിസാസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൾച്ചറലി ഈ കേരളത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനവർ പല വഴികൾ തേടുന്നു. അതിലൊരു വഴിയാണിത് എന്നാണ് ഞങ്ങൾ ഇതിനെ കൃത്യമായി കാണുന്നത്. ഈ വൈറൽ താരത്തിന് 16 വയസ്സ് പോലും തികയാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ CPM നേതാക്കൾ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിവാഹം നടത്തി കൊടുക്കുന്നത്. അതുകൂടാതെ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. അതുകൂടാതെ CPM നേതാക്കൾ ഉൾപ്പെടെ ചേർന്നാണ് ഇത്തരത്തിൽ വ്യാജരേഖ ചമച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും നമുക്ക് ലഭിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.